ചില നക്ഷത്രത്തില് ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ വീടിന് ഐശ്വര്യം നൽകും അങ്ങനെ കേട്ടിട്ടുണ്ട്. മകന്നാളില് മകം പിറന്ന മങ്ക. അപ്പൊ അത് പക്ഷെ അങ്ങനെ നമ്മളെ ശരിക്കും ഈ നക്ഷത്രവും ഇത് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് ജനിക്കുന്ന സമയത്ത് ലഗ്നം എവിടെയാണ്, മറ്റ് ഗ്രഹങ്ങൾ എങ്ങനെയാണ്, അതിനാണ് ഇമ്പോർട്ടൻസ്. നമ്മളിപ്പോൾ ഇന്ന നാളിൽ അല്ലെങ്കിൽ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഐശ്വര്യവതി ആകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അവിടെ ലഗ്നം എവിടെയാണ്, ലഗ്നാധിപൻ എവിടെയാണ്, വ്യാഴം എവിടെയാണ് നിൽക്കുന്നത്. വ്യാഴമാണ് ഒരാളുടെ ലഗ്നത്തിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുക, വ്യാഴം കേന്ദ്രസ്ഥാനത്ത് നിൽക്കുക, നല്ല രീതിക്ക് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ അതുപോലെ തന്നെ. ഇതൊക്കെയാണ് ഭാഗ്യലക്ഷണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ നക്ഷത്രങ്ങൾക്ക് അത്രയും നക്ഷത്രങ്ങളെ മാത്രം നോക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഒരാളുടെ അപ്പിയറൻസ് മാത്രം കണ്ടിട്ട് അയാൾ ഇന്ന ആളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തതുപോലെ തന്നെ എന്നാലും നമ്മൾ പറയാം കൊള്ളാല്ലേ എന്ന് നമ്മൾ ഒരാളെ കാണുമ്പോൾ പൊതുവായി പറയുന്ന ആ ഒരു പൊതുവായ ലക്ഷണം മാത്രമേ നമുക്ക് നക്ഷത്രത്തിലൂടെ പറ്റുള്ളൂ. ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ശരിയായ ഞങ്ങളൊക്കെ എപ്പോഴും പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ടൈം. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രഹനില നമ്മൾ ജനിച്ചപ്പോൾ ഏത് സ്ഥലത്തായിരുന്നു ഗ്രഹങ്ങൾ നിന്നിരുന്നത്, അപ്പോൾ ആ ഒരു ചാർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം ഗ്രഹങ്ങൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, അതാണ് ചാരവശം. ഈ രണ്ട് ഫലങ്ങളും എങ്ങനെ വരുമ്പോഴാണ് കോയിൻസൈഡ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അനുഭവങ്ങൾ രണ്ടും മോശമായിട്ട് വരും ചിലപ്പോൾ. അതായത് ശനിദശ നമുക്ക് ശനി മോശത്തിലാണ് നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത്, ചാരവശാലും നമുക്ക് 7.5 ശനിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശനിയുടെ ക്രൂരമായ ഭാവം നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ നെഗറ്റീവ് എനർജി ആയിരിക്കും. ശനിയുടെ തന്നെ നെഗറ്റീവ് ഭാവം, അതായത് ശനി മോശാവസ്ഥയിലാണ് ജാതകത്തിൽ നിൽക്കുന്നത്, ചാരവശാലും മോശമാണ്. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് എപ്പോഴും ഒരു ക്ഷീണവും എപ്പോഴും ഒരു അലസതയും ജീവിതത്തിനോട് ഒരു വിരക്തിയൊക്കെ തോന്നിപ്പോകും, എപ്പോഴും ഒരു മന്ദതയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇന്ന നക്ഷത്രമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ നക്ഷത്രത്തിലെ ഗ്രഹങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, ആ ഗ്രഹങ്ങളുടെ സ്വാധീനം എന്തുമാത്രം ഉണ്ട് ആ വ്യക്തിയിൽ. അതുപോലെ തന്നെ ചാരവശാൽ ഇപ്പോൾ കറങ്ങുന്ന ഇതാണ് ചാരവശാൽ എവിടെയാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത്, ശനി എവിടെയാണ്, വ്യാഴം എവിടെയാണ്, ഇതിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് വിശകലനം ചെയ്ത് പറയാൻ പറ്റും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.